ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും J3 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏത് ബൈക്കാണെന്നല്ലേ? യമഹ R6. സോ നമുക്കിന്ന് യമഹ R6ൻ്റെ വിശേഷങ്ങൾ കാണാം. Feel free, and I just wanna be me. Yeah, I just wanna go so crazy. Yeah, I just wanna be a freak. Yeah, I just wanna rise to the top. Yeah, I just wanna go reach the peak. So I've been really well focused on success. Hey, y'all will see. Yeah, you won't see that I will get it. Cause I'm really focused, man. I make it with the rap and I just follow my path. I just follow my passion. To me, this is what's precious. Yeah, in my soul, man, I can feel it. So every single verse, man, I just gotta go and kill it, man. I gotta be the kid. I could be the guy taking you wild. I could be the villain. My good as a kid. Lately I'm painting my path on my way. Yeah, I got no time that I can waste. So I've been sitting in the space. Yeah, making rest every day. Man, you know that I go insane. Yeah, I hit you with a bullet to the brain. Let us stop first cause we going insane. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമഹയുടെ തന്നെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഏത് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ യമഹ R6. അതെ, R6 ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഇവിടെ 2 DRLs കൊടുത്തിട്ടുണ്ട്. DRLs ഇവിടെയാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു എയർ ഇൻടേക്ക് ഉണ്ട് വണ്ടിയുടെ. ഇതാണ് ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ 2 സ്ഥലത്തായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഈ 2 ഗ്ലാസ്സിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 mm USD ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്സ് ആണെങ്കിൽ ഫ്രണ്ടിൽ 320 mm ഹൈഡ്രോളിക് ഡ്യുവൽ ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് 220 mm ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിനെ പറ്റി പറയുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. ഇതാണ് വണ്ടിയുടെ ഒരു എൻജിൻ എന്ന് പറയുന്നത്. എൻജിൻ ആണെങ്കിൽ വരുന്നത് 599 cc 4-stroke ലിക്വിഡ് കൂൾ ഫോർവേഡ് ഇൻക്ലൈൻഡ് പാരലൽ 4 cylinder എൻജിനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ സ്റ്റോക്ക് BHP എന്ന് പറയുന്നത് 118 PS അറ്റ് 14,500 RPM. പിന്നെ ഇതിൻ്റെ ടോർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 61.7 Nm അറ്റ് 10,500 RPM ആണ് ഇതിൻ്റെ ടോർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഇത് അപ്ഗ്രേഡറാണ്, ഇത് സ്റ്റോക്ക് കണ്ടീഷൻ അല്ല. അത് നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ ഓണറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. യോഷിമുറയുടെ ആൽഫ എന്ന് പറയുന്ന ഒരു എക്സോസ്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, കുറച്ച് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഫുൾ എക്സോസ്റ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ബാക്കിലൊരു ഡിസൈൻ എന്ന് പറയുന്നത്. ടോട്ടലി ഭയങ്കര എന്താ പറയുക, എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ് വണ്ടിയുടെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ വണ്ടിയുടെ ഡാഷൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാഷാണ് പറയുന്നത്. പിന്നെ സ്വിച്ചസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വണ്ടിയുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. ഇത് മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ളതാണ് ഈ ഒരു ബട്ടൺ എന്ന്. പിന്നെ ഇതാണ് വണ്ടിയുടെ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അനലോഗും ഡിജിറ്റലും കൂടി രണ്ടും കൂടി ഉള്ളതാണ്. പിന്നെ ഇവിടെ റീസെറ്റും സെലക്റ്റും ചെയ്യാനുള്ള മോഡൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് പാസ് ലൈറ്റ്, ഇത് ഇൻഡിക്കേറ്റർ ഓഫ് ആൻഡ് ഓൺ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ബാലൻസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. ഇത്
എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് ആക്ച്വലി. എൻ്റെ ഒരു ഫ്രണ്ട് ടോബി എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ യമഹ R6 എൻ്റെ ഫ്രണ്ട് ടോബിയുടെ വണ്ടിയാണ്. ടോബി ജർമ്മനിയിൽ നിന്നാണ് ഉള്ളത്. ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിക്കാം, എന്നിട്ട് പുള്ളിയുടെ തന്നെ ചോദിക്കാം വണ്ടിയുടെ സ്പെക്സ് എന്താണ്, അതായത് അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പുള്ളിയുടെ തന്നെ ചോദിക്കാം. Come on Toby, welcome to my show. Pleasure to be here, man. Yeah, thank you. Hey, Joby. Thank you. How you doing? Yeah, doing All good? Yeah. Hey, guys, what's up? Okay, so I told them regarding the normal spec of this bike, and you just tell me what are the additional things which you did on this bike. Right. We put a full Yoshimura system on it. Headers, mid-pipe, exhaust system. We got an MWR racing filter on it for better breathing in the engine. We got the standard KYB forks, Pirelli racing tires, RNG protection, tech spec grips for the tank, and a few cosmetic touches here and there with the GoPros. ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തതിന് ശേഷം പുള്ളി ചെയ്യുന്നത് വെച്ചാൽ യോഷിമുറയുടെ ഫുൾ എക്സോസ്റ്റ് സിസ്റ്റം പുള്ളിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്ക്സിൻ്റെ ഗ്രിപ്സ് ആയാലും ഹെഡേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് പെർലിയുടെ റേസിംഗ് ടയേഴ്സ് ആണ് പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസും വരുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ടെൽ മീ, ലൈക്ക് ഇസ് ദിസ് യുവർ ഫസ്റ്റ് ബൈക്ക്? No, it's my 5th bike now. Okay, can you tell me which was your first bike? My first bike was a Suzuki GSX-R. Okay. 750. Okay, after that? After that, I got a Honda Fireblade, Okay. and then I got a ZX-10R, Okay. and now I'm on the R6. Okay. Now I want to ask you one thing. You use this much of bikes, and which one you like most? At this stage of my life, I'm really passionate about this bike. It's so light, it's so nimble, it's really an incredible machine. It's got a lot of power now that it's tuned. Okay. I'm really passionate about this bike, especially for the track. ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓൾറെഡി ഒരു 5 ബൈക്സ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ GSX-R, ZX-10R കുറേ ബൈക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു R6 എന്ന ഈ ഒരു യമഹയുടെ ഒരു സൂപ്പർ മെഷീനിലേക്ക് എത്തിയിട്ടുള്ളത്. പുള്ളി പറയുന്നത് വെച്ചാൽ ഇതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്, ട്രാക്കിൽ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. Okay, and the normal, like the standard horsepower of this bike is coming like 118 PS. Right. Is the normal BHP. Right. So what about this? I know that you changed the BHP. Yeah. Now what's the BHP of this bike? Well, we put it on the dyno. We changed the throttle mapping to a race throttle mapping, which they use here in the championship. Okay. It added a little bit of horsepower, so we're coming to about 128 horsepower, something like that. But with the light weight, it works very well. Okay. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ്, അതായത് സ്റ്റോക്കിൻ്റെ BHP എന്ന് പറയുന്നത് ഒരു 118 BHP ആണ് വരുന്നത്. അതിന് ടോട്ടലി ചേഞ്ച് ചെയ്ത് പുള്ളി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു 20-25 ആ ഒരു റേഞ്ചിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ നോ ദാറ്റ് ദിസ് ഇസ് എ പെർഫെക്റ്റ് ട്രാക്ക് മെഷീൻ. Is that the reason you choose this bike? It's a track weapon, Okay. that's for sure, and I love the shape. Okay. I absolutely love the shape. I love the tech black finish. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ട്രാക്ക് മെഷീൻ എന്നാണ്. വണ്ടി വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്കിൽ നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ടോബി, താങ്ക്സ് ഫോർ ദ ടൈം. ആൻഡ് വാട്ട് ഇസ് ദ മെസ്സേജ് യു വാണ്ട് ടു ഗിവ് ടു ദ പീപ്പിൾ ഓർ ദ വ്യൂവേഴ്സ് who love machines? Well, love and respect the machine, and it will respect and protect you back. Keep a passion for the sport and help others around you whenever you can. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു R6ൻ്റെയും ടോബിയുടെയും വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. സോ ടോബി, ലെറ്റ്സ് സൈൻ ഓഫ്. Yeah, sure. Okay, so stay tuned for the super videos like this, like R6 video, and so many videos are coming on way. So stay tuned and don't forget to subscribe. Yeah, buddy. Okay. All right.